ചരിത്രത്തിൽ ചില മനുഷ്യരെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചു. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ശാസ്ത്രം രോഗങ്ങളെ ഭേദമാക്കുമെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷേ പൂട്ടിയ മുറികൾക്കുള്ളിൽ ശാസ്ത്രം മനുഷ്യരെ നശിപ്പിച്ച കഥകളുമുണ്ട്. സമ്മതമില്ലാതെ, കാരുണ്യമില്ലാതെ. ഈ 3 യഥാർത്ഥ കഥകൾ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ല. അലബാമ 1932. അമേരിക്കൻ സർക്കാർ 600 പാവം കറുത്ത വർഗക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചീത്ത രക്തമുണ്ട്. സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്തു. ചൂടുള്ള ഭക്ഷണം, മരണശേഷം മറവു ചടങ്ങുപോലും. എന്നാൽ അവരോട് പറയാത്ത കാര്യം, അവരിൽ 399 പേർക്ക് സിഫിലിസ് എന്ന മാരക രോഗമുണ്ടായിരുന്നു എന്നതാണ്. രോഗശമനത്തിനുള്ള മരുന്ന് 1947 പെനിസിലിൻ. പക്ഷേ ആ മരുന്നവർക്ക് നൽകിയില്ല. എന്തിന്? കാരണം ഡോക്ടർമാർക്ക് കാണണമായിരുന്നു മനുഷ്യശരീരം രോഗത്താൽ എങ്ങനെ ഉള്ളിൽ നിന്ന് ചീഞ്ഞഴുകി മരിക്കുന്നുവെന്ന്. ഭാര്യമാർക്ക് രോഗം പകർന്നു, കുഞ്ഞുങ്ങൾ അന്ധരായി ജനിച്ചു. ഈ പരീക്ഷണം 40 വർഷം നീണ്ടുനിന്നു. 1972 ഒരു ധീരൻ സത്യം പുറത്തുകൊണ്ടുവന്നപ്പോൾ ആ 600 പേരിൽ ജീവനോടെയുണ്ടായിരുന്നത് വെറും 74 പേർ മാത്രം. ബാക്കിയുള്ളവർ വിവരങ്ങൾക്കായി ബലിയർപ്പിക്കപ്പെട്ടു. എന്നാൽ അമേരിക്ക മാത്രമായിരുന്നില്ല. 5000 മൈൽ അകലെ ചൈനയിലെ ഹാർബിൻ നഗരത്തിൽ കൊലപാതക ഫാക്ടറി എന്ന് വിളിച്ചിരുന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു. യൂണിറ്റ് 731. അവിടെ ജാപ്പനീസ് ഡോക്ടർമാർ ചോദിച്ചു, -20 ഡിഗ്രി തണുപ്പിൽ ഒരു മനുഷ്യന് എത്ര നേരം ജീവിക്കാൻ കഴിയും? അവർ തടവുകാരെ എടുത്തു. തുറന്ന കൈകൾ മണിക്കൂറുകളോളം തണുപ്പിൽ വെച്ചു. എന്നിട്ട് വെന്ത വെള്ളം ആ കൈകളിലൊഴിച്ചു. മാംസം എല്ലിൽ നിന്നുരുകി വീഴുന്നത് കാണാൻ. അവർ ജീവനുള്ള മനുഷ്യരുടെ നെഞ്ചു തുറന്നു, മയക്കുമരുന്നില്ലാതെ. ഹൃദയം മിടിക്കുന്നത് കാണാൻ, അത് നിലയ്ക്കുന്നതുവരെ. കണക്കുകൾ പറയുന്നു, 3 ലക്ഷത്തിലധികം നിരപരാധികൾ അകത്തുകയറി, പുറത്തിറങ്ങിയില്ല. ഏറ്റവും ഭയാനകമായ സത്യം, യുദ്ധത്തിനു ശേഷം അമേരിക്ക ഈ ഡോക്ടർമാർക്ക് സ്വാതന്ത്ര്യം നൽകി, അവരുടെ ഡേറ്റ വാങ്ങാൻ. നീതി നിശബ്ദയായി. എല്ലാ മൃഗങ്ങളും വെള്ളക്കോട്ട് ധരിക്കില്ല, ചിലത് പുഞ്ചിരിക്കും. അയോവ 1939. വെൻഡൽ ജോൺസൺ എന്ന പ്രൊഫസർ 22 അനാഥ കുട്ടികളെ തിരഞ്ഞെടുത്തു. ഒരു വിഭാഗത്തെ പ്രശംസിച്ചു, നിങ്ങൾ മിടുക്കരാണ് എന്ന്. മറ്റേ വിഭാഗത്തോട് അവർ ഒരു വാക്ക് പറയുമ്പോഴും, നിങ്ങൾ തെറ്റാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, നിങ്ങൾ വിഡ്ഢികളാണ് എന്ന് കേൾപ്പിച്ചു. ഇവിടെയാണ് ഞെട്ടിക്കുന്ന സത്യം. ഈ കുട്ടികളിൽ ആർക്കും തുടക്കത്തിൽ സംസാര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ അവർക്ക് വിറയലോടെ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു കുട്ടി ജീവിതത്തിൽ പിന്നീട് ഒരു പൂർണ്ണ വാചകം പോലും പറഞ്ഞില്ല. ഈ പരീക്ഷണം 60 വർഷത്തോളം മറവു ചെയ്യപ്പെട്ടു. പിന്നീടിത് വിളിക്കപ്പെട്ട പേര് ദ മോൺസ്റ്റർ സ്റ്റഡി. കാരണം അത് കൃത്യമായിരുന്നു രാക്ഷസന്മാരുടെ കഥ. ഈ 3 കഥകളും യഥാർത്ഥ ചരിത്രമാണ്. രേഖകളുണ്ട്, സാക്ഷികളുണ്ട്. പക്ഷേ അവ പതിറ്റാണ്ടുകളോളം രഹസ്യമായി സൂക്ഷിച്ചു. അപ്പോൾ ചോദ്യം, ഇപ്പോൾ ഈ നിമിഷം നമ്മളറിയാതെ എവിടെയെങ്കിലും ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ? ശാസ്ത്രം മനസാക്ഷി കൂടാതെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധമാണ്. ഞങ്ങൾ സഹായിക്കുകയാണ് എന്ന് പറയുന്നവരെ എപ്പോഴും ചോദ്യം ചെയ്യുക.